മഴജന്യ രോഗങ്ങളെപ്പറ്റി പറഞ്ഞ് അവസാനം ഞാനും ഒരു രോഗിയായിട്ട് മാറി. വൈറൽ ഫീവറായിട്ടാണ് വന്നത്. ഇപ്പം നല്ല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ ചെറിയ ക്രെപ്പറ്റീഷൻസ്, അതായത് ഫ്ലൂയിഡിൽ കൂടെ ഇങ്ങനെ എയർ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബബ്ലിങ് സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ടുണ്ട്. അപ്പോൾ അത് ലങ് ഇൻഫെക്ഷൻ ആവാനാണ് ചാൻസ്. അപ്പോൾ വൈറൽ ഡിസീസ് ആയതുകൊണ്ട്, വൈറൽ ഫീവർ തുടങ്ങിയതുകൊണ്ട് അത് വൈറൽ ബ്രോങ്കൈറ്റിസ് ആവാനാണ് ചാൻസ്. അപ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് വലിയ ഗുണമില്ല. സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ മാത്രമേ ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കുക. റോഡ് മുഴുവൻ വെള്ളക്കെട്ടാണ്. കുട കൊണ്ടുപോവുക, മഴ നനയാതിരിക്കുക. അതുപോലെ തണുപ്പ് സമയത്ത് AC ഒക്കെ ഇട്ട് തണുപ്പിലിരിക്കാതിരിക്കുക. തണുത്ത ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. ശുചിയായിട്ടുള്ള ആഹാരങ്ങളും അതുപോലെ ശുചിത്വവും പാലിക്കുക. എവിടെ നിന്നറിയില്ല, നിറച്ച് ഈച്ചകൾ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. അത് പരിസരത്തുള്ള മാലിന്യങ്ങളിൽ നിന്നാവാം. നിങ്ങൾക്ക് വയറുകടി പോലെയുള്ള രോഗങ്ങളുണ്ടാക്കാൻ കാരണമാകാം. വളരെയധികം ശ്രദ്ധിക്കുക. നല്ല ആഹാരം, ചൂടുള്ള ആഹാരം കഴിക്കുക. വീട്ടിലെ ആഹാരം മാത്രം കഴിക്കുക. പുറത്തുനിന്ന് കഴിയുന്നതും ജ്യൂസും മറ്റും കുടിക്കാതിരിക്കുക. പിന്നെ റോഡിൽ പോകുമ്പോൾ സുരക്ഷിതത്വം പാലിക്കുക.